UDFും BJPയും ഒരേ വികസന വിരുദ്ധ തൂവൽ പക്ഷികളായിട്ടാണ് കാണുന്നത്. കാരണം ഒരു പൊളിറ്റിക്കൽ ഗെയിൻ, ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, ഒരു പൊളിറ്റിക്കൽ ഗെയിൻ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഇന്ന് കേരള സംസ്ഥാനത്തിൻ്റെ വികസനത്തിനോടൊപ്പം പദ്ധതികളോടൊപ്പം ഇവർ യോജിച്ച് നിൽക്കുകയുള്ളൂ എന്നുള്ളതാണ്. പല നിയമങ്ങളും പല പദ്ധതികളും കേന്ദ്രം കേരളത്തിന് എയിംസ് ഉൾപ്പെടെയുള്ളത് തരാത്തത്. എയിംസിൻ്റെ കാര്യത്തിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പരാമർശിച്ച് പോയിക്കോട്ടെ. ഞാൻ ഈ പറയുന്ന BJP ഭരണത്തിൽ വന്നപ്പോൾ ഏറ്റവും ആദ്യമേ കോട്ടയത്തൊരു എയിംസ് വേണമെന്ന് നമുക്കറിയാം. ലോക്സഭയിലായിരുന്നപ്പോഴും ഇപ്പോഴും വിവിധ നമ്മുടെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഞങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു. ഒന്ന് IIITയും നിങ്ങൾ പറയുന്നത് പോലെ ജേർണലിസവുമായി ബന്ധപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷനും അതോടൊപ്പം സയൻസ് സിറ്റിയും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റും ഒക്കെ. അപ്പോൾ നമ്മുടെ ഒരു ആഗ്രഹം എയിംസ് ഇങ്ങോട്ട് കൊണ്ടുവരണമെന്നാണ്. അതിനുവേണ്ടി അവർ സ്ഥലം, ഞാൻ അന്ന് ഹർഷവർദ്ധനായിരുന്നു അന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി. ആദ്യത്തെ ഇവരുടെ മന്ത്രിസഭയിൽ ഏറ്റവും ആദ്യമേ ഞാൻ ചെന്നു, പ്രോജക്റ്റ് റിപ്പോർട്ട് കൊടുത്തു, സ്ഥലം വേണമെന്ന് പറഞ്ഞു. അവൾ മെഡിക്കൽ കോളേജിൻ്റെ പുറകിലുള്ള ഒരു വില്ലേജ് ഓഫീസറിനെ കൊണ്ട് റിട്ടയർ കൊണ്ടുകൊണ്ട് സ്ഥലം ഞാൻ കണ്ടെത്തി. അവിടെ ഏതാണ്ട് ഒരു 100 ഏക്കർ അടുത്തോളം അവിടെ കുറച്ച് സ്ഥലം മെഡിക്കൽ കോളേജിൽ തന്നെ വെറുതെ വേസ്റ്റായിട്ട് അതിലൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ അതെല്ലാം അവിടെ കൂട്ടിക്കൊണ്ട് സബ്മിറ്റ് ചെയ്തപ്പോൾ പുള്ളി എന്നോട് പേഴ്സണലായിട്ട് പറഞ്ഞു അത് കേരളത്തിലേക്ക് തരും. എങ്ങോട്ടാണെന്ന് പാർലമെൻറ്റിൽ പറഞ്ഞില്ലെങ്കിലും പേഴ്സണലായിട്ട് പറഞ്ഞ് നമുക്ക് നോക്കാം. നല്ലൊരു മനുഷ്യനായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം പറഞ്ഞു ഓക്കെ റെഡി, എല്ലാം പേപ്പറും ഗണ്ണും സ്കെച്ചും എല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ പോയപ്പോൾ പറഞ്ഞു അതൊന്ന് വരട്ടെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്തുകൊണ്ടാണ് അത് അനൗൺസ് ചെയ്യാത്തത്? അപ്പോൾ പറഞ്ഞു അത് നിങ്ങൾക്ക് സ്ഥലം 100 ഏക്കറല്ലേ ഉള്ളൂ, അപ്പോൾ അതല്ല ഒരു 200 ഏക്കർ വേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി, ആദ്യമേ എത്രയും മതി. അപ്പോൾ ഞാൻ റിസർച്ച് നടത്തി നോക്കിയപ്പോൾ ഭുവനേശ്വറിൽ അവിടെ എയിംസ് ഉള്ളത് 99 ഏക്കറിലുണ്ട്. ഞാൻ പറഞ്ഞു ഇത് പോയി പറഞ്ഞു. അപ്പോൾ പറയാതെ പറഞ്ഞു അത് ഒരു പൊളിറ്റിക്കലായിട്ട് തീരുമാനമെടുക്കേണ്ടതാണ്. അപ്പോൾ എയിംസ് ഒന്നും ഒരു എയിംസും വരാൻ പോകുന്നില്ല, ഒരു ഇൻസ്റ്റിറ്റ്യൂഷനും വരാൻ പോകുന്നില്ല, ഒരു റബ്ബറിൻ്റെ വിലയും കൂടാൻ പോകുന്നില്ല, ഒരു വികസന പദ്ധതിയും വരാൻ പോകുന്നില്ല. അൺലെസ് അതർവൈസ് ഒരു രാഷ്ട്രീയ നേട്ടം BJPക്ക് ലഭിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ. അത് തന്നെയാണ് ഈ പറയുന്നത്. ഞങ്ങൾക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടെങ്കിൽ UDF ഇതിനോടുകൂടി യോജിക്കാം. ഏതെങ്കിലും വികസന പദ്ധതികൾ കഴിഞ്ഞ 5 വർഷക്കാലം, കഴിഞ്ഞ 10 വർഷക്കാലം പോട്ടെ, കഴിഞ്ഞ 5 വർഷക്കാലം എത്രയോ വികസന പദ്ധതികൾ നടത്തി. ഏതെങ്കിലും അവർ പറയട്ടെ ഇത് ചെയ്യാൻ പാടില്ല എന്ന വികസനം നടത്തിയതിനു ശേഷം ഇത് തെറ്റായി പോയി എന്ന് പറയട്ടെ, നീ അതിനെ കൂടി സഹായിക്കണ്ട. പക്ഷെ എല്ലാ വികസനവും അവർ ഉപയോഗിക്കുന്നുണ്ട്, പദ്ധതികൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് UDFും BJPയും ഒരേ വികസന വിരുദ്ധ തൂവൽ പക്ഷികളാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും എന്നുള്ളതാണ്. ഇപ്പോൾ ചർച്ച ചെയ്യുന്ന വിവാദങ്ങൾ കൊണ്ടുവരുന്നത് ഒക്കെ എന്താണ്? വിവാദം കൊണ്ടുവരുന്നത് മുഖ്യം ഈ വികസനത്തിനെ അല്ലെങ്കിൽ അതിനെ തടസ്സപ്പെടുത്തി അതിൻ്റെ മൈലേജ് ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകാനായിട്ടുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ്. ഒരുപക്ഷെ നിങ്ങളെല്ലാവരും അപ്പം ശബരിമല ഇഷ്യൂവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സമയമെല്ലാം അതിലേക്ക് ഡൈവേർട്ട് ചെയ്യുന്നത്. അതാണല്ലോ അവരുടെയും ആവശ്യം, അതാണല്ലോ എല്ലാവരുടെയും ആവശ്യം, അല്ലേ? BJPയുടെയും UDFിൻ്റെയും ആവശ്യം. അതുമായി ബന്ധപ്പെട്ട ഒരു തരത്തിൽ കോടതിയിലേക്ക് മറ്റാവശ്യമുണ്ട് എന്ന് പറഞ്ഞ് CBI വേണമെന്നൊക്കെ പറഞ്ഞു. ഇപ്പം കോടതി തന്നെ എടുത്തൊരു കേസ് അവിടുത്തെ ബോർഡ് എടുത്തു, അവിടുത്തെ ബെഞ്ച് എടുത്തു, അവർ തീരുമാനിച്ച സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമുണ്ട്. ആ ടീമിനെ കൊണ്ട് പരിശോധിപ്പിക്കുന്നു. അവർ പറഞ്ഞു ഇതൊക്കെ സങ്കീർണമാണ്, പക്ഷേ ഒരു കാര്യം പറയാൻ അത് കൃത്യമായിട്ട് നേരെ ചൊവ്വയാണ് അതിൻ്റെ അന്വേഷണം പോകുന്നെന്നും ആ അന്വേഷണത്തിൽ ആര് കുറ്റക്കാരനാണെങ്കിലും അവരെ വെറുതെ വിടില്ല എന്ന് കോടതി പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ എല്ലാം പോകുക. എനിക്ക് ഒരു ഇതുള്ളത്, UDF എങ്ങാനും അധികാരത്തിൽ വന്നാൽ, അത് UDF വരില്ല, വന്നാൽ ശബരിമല ഈ ഇഷ്യൂ അവർ അട്ടിമറിക്കും എന്നുള്ളതിന് സംശയമില്ല. അപ്പോൾ ഇതാണ് അതുമായിട്ട്. അപ്പം എൻ്റെ ഒരു അഭ്യർത്ഥന എന്ന് പറഞ്ഞത് അതിൻ്റെ അന്വേഷണം നടക്കട്ടെ. ആര് കുറ്റക്കാരാണ് കണ്ടു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി പറഞ്ഞിട്ട് ഒരാൾ പോലും രക്ഷപ്പെടില്ല കുറ്റക്കാരാണെങ്കിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ശ്രദ്ധ പോകേണ്ടതും എല്ലാം വികസനവുമായി ബന്ധപ്പെട്ട് പോകണം എന്നുള്ളതാണ് നമ്മുടെ ഒരു അഭിപ്രായം.